മമ്മൂട്ടി മലയാള സിനിമ കണ്ട ഏറ്റവും സർഗശേഷിയുള്ള അഭിനേതാക്കളിൽ ഒരാൾ. 1980-ൽ മേള എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന മമ്മൂട്ടി ഇന്നും മലയാള സിനിമയിലെ മിന്നും താരമായി തുടരുകയാണ്. അഭിനയ രംഗത്ത് 400 ചിത്രങ്ങൾ തികച്ച് പടയോട്ടം തുടരുകയാണ് മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ. മമ്മൂട്ടിയുടെ 120 സിനിമകൾ സൂപ്പർ ഹിറ്റ് പട്ടികയിലുണ്ട്. 50 ചിത്രങ്ങൾ മെഗാഹിറ്റ് പട്ടികയിലും ഇടം പിടിച്ചു. തൃഷ്ണ മുതൽ തുടങ്ങിയ വിജയഗാഥ ഗ്രേറ്റ് ഫാദർ വരെ നീളുന്നു. പലപ്പോഴും സിനിമയിൽ മമ്മൂട്ടിയുടെ കാലം അവസാനിച്ചു എന്ന് തോന്നിയപ്പോഴൊക്കെ ശക്തമായി തിരിച്ചു വന്ന കാഴ്ചയും മലയാള സിനിമ കണ്ടതാണ്. ന്യൂഡൽഹി, രാജമാണിക്യം, പഴശ്ശിരാജ, ഗ്രേറ്റ് ഫാദർ തുടങ്ങിയ ചിത്രങ്ങൾ അതിന് ഉദാഹരണവുമാണ്. 1998-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2009-ൽ കേരള സർവകലാശാല ഡോക്ടറേറ്റ് നൽകുകയും ചെയ്തു. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലും കഴിവ് തെളിയിച്ചു. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലൂടെ 1989-ൽ ആദ്യ ദേശീയ അവാർഡിന് അർഹനായി. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലൂടെ 1999-ൽ മൂന്നാമത്തെ ദേശീയ അവാർഡ് ലഭിച്ചു. ഏറ്റവും കൂടുതൽ തവണ മികച്ച മലയാള നടനുള്ള ദേശീയ അവാർഡും ഫിലിം ഫെയർ അവാർഡും നേടിയ മമ്മൂട്ടി മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് 5 തവണ നേടിയിട്ടുണ്ട്. മറ്റു ഭാഷകളിലെ അഭിനയത്തിനും പുരസ്കാരങ്ങൾ മമ്മൂട്ടിയെ തേടിയെത്തി. കേരളത്തിലെ ആദ്യത്തെ ഫാൻസ് അസോസിയേഷനും മമ്മൂട്ടി എന്ന മഹാനടന്റെ പേരിൽ രൂപീകരിച്ചു. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഏറ്റവും കൂടുതൽ കാലം പ്രദർശിപ്പിച്ച മലയാള ചിത്രങ്ങൾ മമ്മൂട്ടിയുടേതാണ്. ഇന്നും മമ്മൂട്ടി മലയാള സിനിമയുടെയും മലയാളികളുടെയും ഒഴിച്ചുകൂടാനാവാത്ത നടന വിസ്മയമായി തുടരുന്നു. 400 ചിത്രങ്ങളുടെ നിറവിൽ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.